എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആഞ്ജനേയ സ്വാമിയോടുള്ള ഭക്തി ഇത് എല്ലാ രീതിയിലും ഒരു ഐശ്വര്യമായി കണക്കാക്കാം. അസാധ്യമാണ് എന്ന് നമ്മൾ സ്വയം കരുതിയിരിക്കുന്ന കാര്യങ്ങൾ വരെ ശ്രീ ആഞ്ജനേയ സ്വാമി സാധിച്ചെടുക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. ആഞ്ജനേയ സ്വാമി ശ്രീ സൂര്യദേവൻ്റെ ശിഷ്യനാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. സൂര്യദേവൻ ശാരീരിക ശക്തിയും മാനസിക ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലുള്ള കഴിവുകളുടെ പ്രതീകമാണ് ആഞ്ജനേയ സ്വാമി എന്നാണ് ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ശ്രീ ആഞ്ജനേയ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാൻ നിരവധി മന്ത്രങ്ങളുണ്ട്. എന്നാൽ ഹനുമാൻ ഗായത്രി മന്ത്രങ്ങൾക്ക് വ്യത്യസ്തമായ പ്രാധാന്യമുണ്ട്. ഈശ്വരനിൽ നിന്നും ശുദ്ധമായ ജ്ഞാനം ചോദിച്ചു വാങ്ങാൻ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് പോലെ ഹനുമാൻ ഗായത്രി മന്ത്രവും മാനസികമായ സമാധാനവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു മന്ത്രമായി കണക്കാക്കുന്നു. സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉണ്ടെങ്കിൽ ഈ മന്ത്രങ്ങളിലൊന്ന് ജപിച്ചാൽ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. ഈ മന്ത്രത്തിൻ്റെ ശബ്ദതരംഗം നമ്മുടെ ശരീരത്തിൻ്റെ അനാഹത ചക്രത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. ഹൃദയത്തിനടുത്താണ് ഈ അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിൽ ഭയമോ ആത്മവിശ്വാസക്കുറവോ ഉണ്ടെങ്കിൽ ശരീരത്തിലെ അനാഹത ചക്രത്തിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. തുടർച്ചയായ ധ്യാനവും ഹനുമാൻ മന്ത്രം ജപിക്കുന്നതും ഇതിന് ഒരു നല്ല പരിഹാരമാണ്. ഇതിനായി ജപിക്കേണ്ട മന്ത്രങ്ങളാണ് ശ്രീ ആഞ്ജനേയ ഗായത്രി മന്ത്രങ്ങൾ. 3 ആഞ്ജനേയ ഗായത്രി മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഓം രാമദൂതായ വിദ്മഹേ കപിരാജായ ധീമഹി ഓം തന്നോ ഹനുമത് പ്രചോദയാത്. രണ്ടാമത്തെ ഹനുമാൻ ഗായത്രി മന്ത്രം ഇതാണ്. ഓം ആഞ്ജനേയായ വിദ്മഹേ മഹാബലായ ധീമഹി ഓം തന്നോ മാരുതി പ്രചോദയാത്. ഇനി മൂന്നാമത്തെ ആഞ്ജനേയ ഗായത്രി മന്ത്രം ഇതാണ്. ഓം അഞ്ജനിസുതായ വിദ്മഹേ വായുപുത്രൈ ധീമഹി ഓം തന്നോ മാരുതി പ്രചോദയാത്. ഇനി ആഞ്ജനേയ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കേണ്ട വിധി കൂടി പറഞ്ഞു തരാം. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ് ജപം തുടങ്ങാൻ പറ്റിയ ദിവസങ്ങൾ. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ജപിക്കാൻ ആരംഭിക്കുക. ശർക്കരയും പഴവുമാണ് ആഞ്ജനേയ സ്വാമിക്ക് നിവേദ്യം നൽകേണ്ടത്. അല്ലാതെ ഉഴുന്നുവടയുണ്ടാക്കി മാല പോലെ കഴുത്തിലിട്ട് കൊടുക്കുന്നതല്ല ഭഗവാന് ഇഷ്ടമാകുന്നത്. വടയുണ്ടാക്കുന്ന യക്ഷി വടയക്ഷി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീണെടുത്ത് കിടന്ന് ഉരുളുകയാണല്ലോ. ഈ വിഷയത്തെപ്പറ്റി മുമ്പ് ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി ഹനുമാൻ ചാലിസയെ ചൊല്ലുക. അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഗായത്രി മന്ത്രത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ജപിച്ചാലും മതി. അതിനുശേഷം മേൽപ്പറഞ്ഞ നിവേദ്യം ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ ഗായത്രി മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിയമാനുസരണം ജപിക്കുക.
പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയോ രക്തചന്ദനമാലയോ കൊണ്ട് 108 തവണ ജപിക്കുന്നത് ഈ മന്ത്രജപത്തിൻ്റെ പരിപൂർണ ഫലം പ്രാപ്തമാക്കും. ഹനുമാൻ ഗായത്രി മന്ത്രത്തെ ജപിക്കുമ്പോൾ ശ്രദ്ധ അനാഹത ചക്രത്തിൻ്റെ സ്ഥാനത്തായിരിക്കണം. ആഞ്ജനേയ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് ഈ മന്ത്രത്തെ ജപിക്കുക. ഒരിക്കലും മന്ത്രജപം പാതി വഴിയിൽ വച്ച് ഉപേക്ഷിക്കരുത്. വല്ലവർക്കും വേണ്ടിയെന്ന രീതിയല്ലാതെ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ആഞ്ജനേയ സ്വാമിയെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ജപിച്ചാൽ ഇതിൽ നിന്നും ലഭിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. തീർച്ച. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രത്തെ കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.